നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻഷുറൻസ് പോളിസി. ഇന്ന് എൻ്റെ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി ഞാൻ നിവാബൂപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ദിവസമാണ്. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസിഡൻറ്റോ അതത്ര സ്മോൾ ഇൻസിഡൻ്റ് ആണെങ്കിലോ അത് നമ്മൾ അവരോട് പറയണം, ഡിക്ലെയർ ചെയ്യണം. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് യൂറിക് ആസിഡ് ലെവൽ 1 പോയിൻ്റ് കൂടുതലാണ്. 75 ആടെ കഴിയുമ്പോൾ നോർമലാവും. അതേപോലെ 5-6 കൊല്ലം മുമ്പ് എനിക്ക് ബാക്ക് പെയിനും ഷോൾഡർ പെയിനും ഉണ്ടായിരുന്നു. അന്ന് MRI എക്സ്റേ ഒക്കെ എടുത്തു. അതൊരു ഇൻഫ്ലമേഷൻ ആയിരുന്നു, മസിൽ വീക്ക്നെസ് ആയിരുന്നു. അതിന് മരുന്നും എക്സസൈസും ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. ഇതാണ് എൻ്റെ ഡിക്ലറേഷൻ ഫോം. ഞാൻ ഈ ഡിക്ലറേഷൻ ഫോം കൊടുത്തില്ല എന്ന് വിചാരിക്കും. 1 കൊല്ലത്തിന് ശേഷം എനിക്ക് ബാക്ക് പെയിൻ വന്നു. ആ സിനാരിയോയിൽ ഈ ഇൻഷുറൻസ് കമ്പനി എൻ്റെ ഈ ബാക്ക് പെയിനെ 7 കൊല്ലം മുമ്പുണ്ടായ ഇൻസിഡൻ്റായിട്ട് കണക്ട് ചെയ്തിട്ട് പറയും, നിങ്ങൾ ഇത് ഡിസ്ക്ലോസ് ചെയ്തില്ല, സോ നിങ്ങളുടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നു. ഇൻഷുറൻസ് ഇറ്റ്സ് എ കോൺട്രാക്റ്റ്. അതുമല്ലെങ്കിൽ ആദ്യം നമ്മുടെ ക്യാഷ്ലെസ് അവർ റിജക്റ്റ് ചെയ്യും, പിന്നെ റീഇംബേഴ്സ്മെൻറ്റിന് കൊടുക്കണം, അവിടെ നിന്നും റിജക്റ്റ് ചെയ്യും, പിന്നെ നമ്മൾ ഗ്രീവൻസിലും കൊടുത്ത് അവിടെ നിന്നും റിജക്റ്റ് ചെയ്ത് അവസാനം ഒരു ഓംബുഡ്സ്മാൻ്റെ അടുത്തെത്തും. ഒരു ഓംബുഡ്സ്മാൻ്റെ അടുത്തൊക്കെ പോയി ഒരു നോർമൽ പേഴ്സൺ വിജയിച്ച് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ എൻ്റെ സിനാരിയോ, എൻ്റെ ഡാഡിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പോയി. എൻ്റെ കൂടെ ഒരു വക്കീലൊക്കെ ഉണ്ടായിരുന്നു. വക്കീലിനൊന്നും കയറ്റിയില്ല. ഒരു വലിയ ബോർഡ് റൂം, ഒരു ഓംബുഡ്സ്മാൻ, ഒരു സെക്രട്ടറി, ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് മാൻ ഫ്രം എ ഇൻഷുറൻസ് കമ്പനി, പിന്നെ ഞാനും. ആ എക്സ്പേർട്ട് എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇൻസിഡൻറ്റിനെ ഇപ്പോഴത്തെ ഡിസീസായിട്ട് കണക്ട് ചെയ്തിട്ട് പറയും, നിങ്ങൾ ഈ മെഡിക്കൽ ഇൻസിഡൻറ്റ് നേരത്തെ ഡിസ്ക്ലോസ് ചെയ്തില്ല, സോ ഈ ഇൻഷുറൻസ് പോളിസി ടെർമിനേറ്റ് ചെയ്യുന്നു. ഇതൊന്നും ഒരു ഇൻഷുറൻസ് ഏജൻറ്റോ ഒരു ഇൻഷുറൻസ് കമ്പനിയോ നിങ്ങളോട് പറയില്ല. ഞാനായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ ഡേ 18 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു.